സന്തോഷം നിറഞ്ഞ ഈ പ്രഭാതയാമത്തെ നമുക്ക് വീണ്ടും കാണുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഈ പ്രഭാതത്തിൽ ഒരു വേദവചനം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു: എല്ലാവരും തിന്ന് തൃപ്തരായി. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഇന്ന് ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരും തിന്ന് തൃപ്തരാകുന്ന ഒരു സുദിനമാണ് ഓണം, തിരുവോണം. പണ്ടെങ്ങോ ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നതായ ഒരു കാലം, ദരിദ്രർ വിശന്നിരിക്കുകയും അല്ലെങ്കിൽ ഒരു കൂട്ടം ഒന്നുമില്ലാത്തവർ ആഹാരമില്ലാതെ വിശന്നിരിക്കുകയും നിലവിളിക്കുകയും അവരുടെ ആവലാതി നിറഞ്ഞ ജീവിതത്തെ കണ്ട് സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് മറുഭാഗത്ത് സമ്പന്നരായവർ ഉണ്ട് തൃപ്തരാകുന്ന അല്ലെങ്കിൽ തിന്ന് തൃപ്തരാകുന്ന ഒരു കാഴ്ച ഒരു സാങ്കല്പിക നാടുവാഴി കണ്ട് അവൻ്റെ ഹൃദയത്തിൽ ദുഃഖമായി. താൻ കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ് തിരുവോണം. അന്ന് എല്ലാവരും തിന്ന് തൃപ്തരാകണം എന്നാണ് ഉദ്ദേശിച്ചത്. സാങ്കല്പികമായി ഈ ആഘോഷത്തെ പണ്ടുകാലം മുതൽ പണ്ടെങ്ങോ തുടങ്ങിയതായ, ഏത് കാലത്താണ് ഇത് ആരംഭിച്ചതെന്നും ആ നാടുവാഴി ആരെന്നും ആർക്കും അറിയില്ലെങ്കിലും വളരെ മനോഹരമായ ആ ദിവസത്തിൻ്റെ ആ പാരമ്പര്യം ഇന്നും നിലനിർത്തിപ്പോകുന്ന കേരള ജനത്തിൻ്റെ ആ സന്തോഷ പുലരി ഈ പ്രഭാതത്തിൽ എല്ലാവരും തിരിച്ചറിയുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനത്തിൽ രണ്ട് രീതിയിലുള്ളതായ ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് വചനം ഇപ്രകാരം രേഖപ്പെടുത്തിയത്. അന്ന് എല്ലാവരും തിന്ന് തൃപ്തരായി. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായ കാര്യത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വിശന്ന് വലഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന ജനങ്ങളെ കണ്ടുകൊണ്ട് ശിഷ്യന്മാർ ആവലാതിപ്പെട്ടപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. അങ്ങനെ അവർ കൊണ്ടുവന്നതായ 5 അപ്പവും 2 മീനും സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അനുഗ്രഹിച്ച് അവരുടെ കയ്യിൽ വിളമ്പുവാൻ കൊടുത്തപ്പോൾ വിളമ്പും തോറും വർദ്ധിച്ചു വന്ന അപ്പവും മീനും കൊണ്ട് കൂടി വന്നിരുന്ന ജനങ്ങൾ ഏതാണ്ട് 5000-ഓളം പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും തിന്ന് തൃപ്തരായി. എന്നാൽ തിരുവചനത്തിൽ ഒരു പ്രത്യേക കാര്യം കർത്താവ് ജനത്തെ പഠിപ്പിക്കുവാൻ, ഇല്ലെങ്കിൽ ശിഷ്യന്മാരെ കാണിക്കുവാൻ വേണ്ടി അങ്ങനെ ഒരു സന്ദർഭം കർത്താവ് ക്രിയേറ്റ് ചെയ്തു. തൊട്ടടുത്ത് തന്നെ തൃപ്തിയുടെ പിന്നാലെ ഇതാ ഒരു പരീക്ഷ. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആവലാതികളൊന്നുമില്ലാതെ 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ടും 5000 പേരെ പോഷിപ്പിക്കാൻ ശക്തിയുള്ള, ബലമുള്ള, അല്ലെങ്കിൽ അത്ഭുത സിദ്ധിയുള്ള ഒരു ഗുരുവിൻ്റെ കൂടെ കൂടിയതിനാൽ സന്തോഷിച്ച് തിമിർത്ത് പോയിക്കൊണ്ടിരുന്നതായ ഒരു കാലം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ മനസ്സ് മാറുന്നവരാണ് എന്ന് കർത്താവിന് നന്നായി മനസ്സിലായി. മനുഷ്യനിൽ ഉള്ളതായ 2 വിശപ്പിനെക്കുറിച്ചും തൃപ്തിയെക്കുറിച്ചും കർത്താവ് ഗ്രഹിച്ചു. ഒന്ന് ആത്മീകമായ തൃപ്തിയും ആത്മീകമായ വിശപ്പും. 2 ജഡസംബന്ധമായ, അല്ലെങ്കിൽ ഈ ജഡത്തിനെ തൃപ്തിപ്പെടുത്തുന്നതായ, ആഹാരം കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നതായ അനുഭവവും ആ തൃപ്തിപ്പെടാത്ത സമയത്തുള്ളതായ വിശപ്പും. അത്ഭുതം നടന്നു കഴിഞ്ഞ ഉടനെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോവുക. ഒരു തടാകത്തിൻ്റെ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക്, ബെത്സയിദ എന്ന് പറയുന്നതായ ആ ദ്വീപിലേക്ക്, മറുകരയിലേക്ക് നിങ്ങൾ പോകുക എന്ന് പറഞ്ഞ് കർത്താവ് അവരെ നിർബന്ധിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിർബന്ധിച്ചു. അവർക്ക് പോകാൻ മനസ്സില്ല. എങ്ങനെ പോകും? ഇവിടെ തൃപ്തിയല്ലേ, സന്തോഷമല്ലേ, ഒന്നും അറിയണ്ടായല്ലോ. ഇഷ്ടം പോലെ ഫുഡ്, എല്ലാ വിഭവങ്ങളോടും കൂടിയ മീനും ഇഷ്ടം പോലെ. അങ്ങനെ വളരെ മനോഹരമായ ആഹാരം കഴിച്ച് തൃപ്തിയായിരിക്കുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയാണ്, നിങ്ങൾ പെട്ടെന്ന് അക്കരയ്ക്ക് തനിച്ചു പോകുക, ഞാൻ പുറകെ വന്നോളാം. കർത്താവ് തനിച്ച് മലയിൽ പ്രാർത്ഥിക്കാൻ പോയി ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടു. അതേ അധ്യായത്തിൻ്റെ 48-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് യേശു ഇക്കരെ നിന്നുകൊണ്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൂരത്താണെങ്കിലും കർത്താവ് തൻ്റെ മക്കളുടെ കഷ്ടത തണ്ടു വലിച്ച് വലയുന്നത് കണ്ടു. 4-ാം യാമത്തിൽ. എന്താണ് ഈ യാമം എന്ന് പറഞ്ഞാൽ? യഹൂദന്മാരുടെ ആചാരപ്രകാരം
രാത്രി സമയങ്ങളെ 4ആയി വേർതിരിക്കും. 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം, 4-ാം യാമം. ഓരോ യാമങ്ങൾക്കും 3 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. വൈകിട്ട് 6 മണിക്ക് തുടങ്ങുന്ന യാമമാണ്. 9 മണി വരെ 1-ാം യാമം, 12 മണി വരെ 2-ാം യാമം, 3 മണി വരെ 3-ാം യാമം, 3 മുതൽ 6 വരെ 4-ാം യാമം. 4-ാം യാമത്തിൽ ഏതുറക്കളിച്ചിരിക്കുന്നവരുടെയും തല താഴോട്ട് കുനിയുന്ന സമയം. ഉറക്കം താങ്ങാൻ വയ്യാതെ, ഉറക്കളിപ്പ് സഹിക്കാൻ വയ്യാതെ ഏത് തലയും കുനിക്കും. ഉറക്കമെളിപ്പ് അവിടെയാണ് ബ്രേക്ക് ആകുന്നത്. ഭയങ്കര പരീക്ഷയുടെ സമയം. ഈ സമയത്ത് ഇതാ സന്ധ്യയ്ക്ക് തുടങ്ങിയതായ പരീക്ഷ. ശിഷ്യന്മാർ തണ്ടുവലിച്ച് കൊടുങ്കാറ്റിൽ നശിച്ചു പോകുന്ന അവസ്ഥ. രക്ഷയില്ല, അക്കരെ തൊടുകയില്ല, പടക് അക്കരെ ചെല്ലുകയില്ല എന്നവർക്ക് വ്യക്തമായി മനസ്സിലായി. അവരുടെ ഹൃദയം കഠിനപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് തിരുവചനത്തിൽ കാണുന്നത്. അവരുടെ ഹൃദയം 52-ാം വാക്യം, അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തെക്കുറിച്ചുള്ളതായ ഒരു കാര്യം അവർ വിട്ടുപോയി. ചിലർക്ക് അങ്ങനെയാണ്. തലേ രാത്രിയിൽ അവർ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു, വളരെ തൃപ്തിയായി കടന്നു വന്ന ജനങ്ങളെല്ലാം ഭക്ഷിച്ചു. പക്ഷെങ്കിൽ ഒരു കഷ്ടത വന്നപ്പോൾ ജീവിതത്തിൻ്റെ 4-ാം യാമത്തിൽ സകലത മറന്ന് ഹൃദയം കഠിനപ്പെടുന്ന അവസ്ഥ. ആരോഗ്യ പ്രശ്നങ്ങളിലും കുടുംബ വിഷയങ്ങളിലും ആത്മീയമായ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില യാമങ്ങളുണ്ട്. 4-ാം യാമം ഒരാശ്രയവും ഇല്ലാതെ ഈ യാത്ര അക്കരെ തൊട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ, വാർദ്ധക്യാവസ്ഥയിൽ, കുടുംബജീവിതത്തിൻ്റെ ആ താളം തെറ്റിയതായ അവസാന കാലഘട്ടങ്ങളിൽ, സാമ്പത്തിക രംഗങ്ങളിൽ, എങ്ങനെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം അവസാനം വരെയും പോരാടി ജയിച്ചില്ല എന്ന് വരുമ്പോൾ സകലത മറന്ന് സംസാരിക്കുന്ന ഒരു സമയം. കർത്താവ് അവരെ കണ്ടുകൊണ്ട് പെട്ടെന്ന് കടലിലേക്ക് നടന്നു ചെന്നു. അത്ഭുതവാനായ ദൈവം, ആകാശത്തെയും ഭൂമിയെയും സമുദ്രങ്ങളെയും ആഴങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം അവരുടെ മുൻപിൽ കടന്നു ചെന്നപ്പോൾ പെട്ടെന്ന് ശിഷ്യന്മാർ അവർ പറയാണ്, ഭൂതം വരുന്നു. അങ്ങനെ ഭൂതം വരുന്നു എന്ന് അവർ നിരൂപിച്ചു. 49-ാം വാക്യം. അവർ നിരൂപിച്ചു. അവരിൽ നിരൂപണങ്ങൾ ഉണ്ടായി. റോമാലേഖനത്തിൽ റോമാസഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ, അക്ഷയനായ ദൈവത്തിൻ്റെ ശക്തിയെ പക്ഷി, ഇഴജാതി, നാൽക്കാലി, മനുഷ്യൻ എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. മനുഷ്യൻ്റെ ശക്തി ക്ഷയിക്കുമ്പോൾ അവർക്ക് നിരൂപണങ്ങളാണ്. ദൈവത്തെക്കുറിച്ചുള്ള കഴിഞ്ഞ കാലങ്ങളിൽ അവരെ എങ്ങനെയാണ് നടത്തിയെന്നുള്ളതായ സകല കാര്യങ്ങളും, തൃപ്തിയായ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പല ഓണങ്ങൾ വന്നപ്പോൾ, തിരുവോണങ്ങൾ വന്നപ്പോൾ അവരെങ്ങനെ തൃപ്തരായി എന്ന് അവർ പാടേ മറന്ന് സംസാരിക്കും. മാനുഷിക സ്വഭാവം, ആത്മീകമായ വെളിപ്പാട് ഇതാ രണ്ടാമത് വരുന്നു. അതേ അധ്യായത്തിൻ്റെ 54-ാം വാക്യത്തിൽ പടക് കർത്താവുമായി അക്കരെ ചെന്ന് പടക് കരയ്ക്ക് തൊട്ട ഉടനെ ഒരു കൂട്ടം ജനങ്ങൾ യേശുവിനെ കാത്തവിടെ നിൽക്കുകയാണ്. അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവനെ അറിയുന്ന ഒരു കൂട്ടം ജനങ്ങൾ അക്കരെ നിൽക്കുന്നു. എന്നാൽ കർത്താവിനോടുകൂടെ നാളുകൾ ചെലവഴിച്ച് അത്ഭുതങ്ങൾ കണ്ട് തൃപ്തിയായി ഭക്ഷണം ഭക്ഷിച്ചതായ ഈ ശിഷ്യന്മാരുടെ അവസ്ഥയോ, കടലിലെ ഓളവും തിരമാലയും കൊടുങ്കാറ്റും കണ്ടുകൊണ്ട് അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. കർത്താവിനെ കണ്ടുടനെ പറയാണ്, അവൻ ഭൂതമാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ മുൻപിൽ കർത്താവ് ഭൂതമാണ്. മാനുഷിക സ്വഭാവം, തൃപ്തിയായ കാര്യങ്ങളും ദൈവം ചെയ്ത അത്ഭുതങ്ങളെ എല്ലാം പാടെ മറന്നു. നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. എന്നാൽ അക്കരെ ആത്മാവിൽ ദരിദ്രരായ ഒരു കൂട്ടം ജനങ്ങൾ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവൻ ആരാണെന്നറിഞ്ഞു. അറിഞ്ഞ ഉടനെ അവരുടെ ഉള്ളതായ വ്യാധികൾ, അവൻ പോകുന്നിടത്തൊക്കെ ചന്തസ്ഥലങ്ങളിലുമെല്ലാം രോഗികളെയും ബലഹീനരെയും അക്ഷരരും അല്ലെങ്കിൽ അശരണരെയും കൊണ്ടുവന്ന് അവരവിടെ വെച്ചു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ട് ഇവർ സൗഖ്യമാകണമെന്നുള്ളൊരു ഏറിയ വിശ്വാസത്തിൻ്റെ ഉടമകൾ. ആത്മാവിൽ ദരിദ്രരായ ഒരു കൂട്ടം ജനം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അവർ കടലിൽ കൂടെ കടക്കട്ടെ, കൊടുങ്കാറ്റിൽ കൂടെ കടക്കട്ടെ,
അവർ വലിയ ഓളങ്ങളെ അഭിമുഖീകരിക്കട്ടെ, പ്രതിസന്ധികളെ കടന്നു വരട്ടെ, ബലഹീനതകൾ വരട്ടെ, വാർദ്ധക്യം വരട്ടെ, കുടുംബ പ്രശ്നങ്ങൾ വരട്ടെ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ വരട്ടെ, അവർ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ജീവിതത്തിൻ്റെ അവസാന നാളുകൾ വരെയും ഒരു ജീവരക്ഷാർത്ഥം, ഒരു ജോലിക്ക് വേണ്ടി, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷെങ്കിൽ 4-ാം യാമത്തിലും പരീക്ഷ തന്നെ തുടർന്നപ്പോൾ വാക്കുകൾ മാറി. ഭൂതമാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരുടെ മുൻപിൽ ചെന്ന് പറയുകയാണ്, ഞാൻ ഭൂതമല്ല, ഞാൻ തന്നെയാകുന്നു. കർത്താവിനെ സ്വന്തമായിട്ട് അവൻ തന്നെ വെളിപ്പെടുത്തിയതിന് ശേഷം അവരെ കൊണ്ട് അക്കരെ നിൽക്കുന്ന ഒരു കൂട്ടം ആത്മാവിൽ ദരിദ്രരായവരെ കർത്താവ് ചൂണ്ടിക്കാണിച്ചു. 54-ാം വാക്യം വീണ്ടും നമുക്കൊന്നുകൂടെ ചിന്തിക്കാം. അവൻ പടകിൽ നിന്നിറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു. അവൻ യേശുവാണ്, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അവൻ 5 കപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നവനാണ്. കടലിനെയും കരയെയും ഓളങ്ങളെയും തിരമാലകളെയും അമർത്തുവാൻ ശക്തനാണ്. ബലഹീനരെ സൗഖ്യമാക്കുവാൻ, രോഗികളെ വിടുതലാക്കുവാൻ, ഇല്ലായ്മകളെ പോഷിപ്പിച്ച് സമൃദ്ധിയാകുവാൻ, താഴ്ച അനുഭവിക്കുന്നവരുടെ ഉയർച്ചയ്ക്ക് ഹേതുവാകുമെണ്ണം വിശ്വാസത്തെ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ, ഈ തിരുവോണത്തിൻ്റെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് അക്ഷരീകമായ തൃപ്തികളുടെ മുഖത്ത് ആത്മീകമായ ഒരു തൃപ്തിയുണ്ട്, ആത്മീകമായ ഒരു വിശപ്പുണ്ട്, ആത്മീകമായ ഒരു ദാഹമുണ്ട്. ദൈവത്തെ കണ്ടാൽ അറിയുന്ന, ഒരിക്കലും മറന്നുപോകാത്ത ഒരു അനുഭവം മനുഷ്യനിൽ, ആത്മാവിൽ ദരിദ്രർക്കുണ്ട് എന്ന തിരുവചനം നമ്മെ വളരെ അത്ഭുതകരമായ ഒരു സന്ദേശം നമുക്ക് തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭൗമികമായ കാര്യങ്ങളെ കണ്ട് തൃപ്തിപ്പെടുന്നവരാണ്, ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആവലാതിപ്പെടുന്നവരാണ്. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ഞങ്ങളുടെ കയ്യിലുള്ള ഈ 200 വെള്ളിക്കാശും കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഈ ജനങ്ങൾക്ക് കൊടുക്കും? കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് പോയി നോക്കാൻ പറഞ്ഞു. യെസ്, പോയി നോക്ക്. നിങ്ങളുടെ 200 വെള്ളിക്കാശ് നിങ്ങളുടെ പോക്കറ്റിൽ വയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അത് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. പോയി നോക്കിയിട്ട് വന്നപ്പോൾ ഇതാ 5 അപ്പവും 2 മീനും. അത് കൊടുത്തയച്ച ഒരു മാതാവ് എവിടെയോ ആത്മീയ ദർശനം പ്രാപിച്ചവൾ. ഒരു പൈതലിൻ്റെയിൽ, അരുമനാഥൻ്റെയിൽ കൊടുത്തത് മുറിക്കുന്നതിന് വേണ്ടി അത് ദൈവം പദ്ധതി ഒരുക്കിയതാ. ദൈവം ചില കാര്യങ്ങൾ ഒരുക്കുന്നത് യാദൃച്ഛികമായി നടന്നതല്ല പ്രിയരെ, അത് പദ്ധതിയിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ കൂടെ നടക്കുന്നതാണ്. നിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ചില കാര്യങ്ങളൊക്കെയും ദൈവം നിന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാൻ, അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ മാഹാത്മ്യത്തെ നിന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, അവൻ ഭൂതമല്ല, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനത്രേ എന്ന് നിന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടെ നീ അനുഭവിക്കുന്നതായ നന്മകളുടെ വിശിഷ്ടതയെക്കുറിച്ച് ദേശത്ത് അത് വളരെ അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ജനമായി നീ മാറേണ്ടതിന് നിന്നെ പഠിപ്പിക്കുവാൻ കർത്താവ് ചില മുഖാന്തരങ്ങളെ സൃഷ്ടിക്കും. പ്രൈസ് ദി ലോർഡ്. 4-ാം യാമം നിന്റെ ബലം മുഴുവനും തോക്കുന്ന സമയം, ഉറക്കം നിന്നെ ബാധിക്കുന്ന സമയം, കണ്ണുനീർ നിന്നെ ബാധിക്കുന്ന സമയം, ആവലാദികൾ നിന്നെ കൊടുംപിരികൾ കൊണ്ട് നിന്നെ വലയ്ക്കുന്നതായ സമയം. പക്ഷെങ്കിൽ ആ സമയം കർത്താവ് നിന്റെ അടുത്ത് വരുമ്പോൾ നിന്റെ ഹൃദയം കഠിനപ്പെട്ടിരുന്നാൽ നിന്റെ മനസ്സിൽ വരുന്നതായ ചിന്ത, അവൻ ഭൂതമാണ്. എന്നാൽ രാവും പകലും എന്നില്ല, ഇപ്പോൾ വരും, എൻ്റെ നാഥൻ ഇപ്പോൾ വരും, എൻ്റെ പ്രിയൻ ഇപ്പോൾ വരും, ഞങ്ങളുടെ കർത്താവ് ഇപ്പോൾ വരും, ഗുരു ഇപ്പോൾ വരുമെന്ന് നോക്കി പാർത്തൊരു കൂട്ടം ജനങ്ങൾ കരയിൽ കാത്തിരിക്കുകയാണ്. അവർക്ക് യേശുവിനെ കണ്ട ഉടനെ മനസ്സിലായി, അവൻ ദൈവപുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ അപ്പം അവനുണ്ട്, അവൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കയില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ മേൽ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി, അവരിൽ കൂടെ അത്ഭുതങ്ങൾ വരുവാൻ തുടങ്ങി. അവിടെ ഇതാ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെട്ടു. നിന്നിലും നിന്റെ തലമുറകളിലും കൂടെ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ ഈ ദിവസം, ഈ നാളുകൾ നിന്റെ ജീവിതത്തിൽ സാധ്യമായി തീരട്ടെ. ഗോഡ് ബ്ലെസ്.